ഇൻഫെക്ഷൻ വന്നിട്ടില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടാവുമോ? എനിക്ക് സംശയമാണ്. എന്തുകൊണ്ട് ഒരേ ആൾക്ക് വീണ്ടും വീണ്ടും റെക്കറൻ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു? ആദ്യമേ യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടിവയറ്റിലുണ്ടാകുന്ന വേദന, മൂത്രം പോകുന്ന സമയത്തുണ്ടാകുന്ന എരിച്ചില്, പുകച്ചില്, ബേണിംഗ് സെൻസേഷൻ, മൂത്രം പോയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുക, മുഴുവനായിട്ടും പോയിട്ടില്ല എന്ന് തോന്നുക, പനി വരിക, അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ദുർഗന്ധം ഉണ്ടാവുക, യൂറിൻ്റെ നിറം കടുപ്പ നിറത്തിലാവുക, ഇതൊക്കെയാണ് യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ. ഇനി ഇതെന്തുകൊണ്ട് വരുന്നു റെക്കറൻ്റ് ആയിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻഫെക്ഷൻ വരുന്ന ഉടനെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എനിക്ക് യൂറിനറി ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് വേണമെന്ന് ചോദിച്ച് വാങ്ങിക്കാതെ പ്രോപ്പറായിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത് യൂറിൻ കൾച്ചർ ചെയ്ത് ഏത് ബാക്ടീരിയയാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയതെന്ന് ആദ്യം ഡയഗ്നോസ് ചെയ്യുക. എന്നിട്ട് ആ ബാക്ടീരിയയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് തീർക്കുക. അങ്ങനെയുള്ളപ്പം അതേ ബാക്ടീരിയ ഉണ്ടാക്കുന്ന യൂറിനറി ഇൻഫെക്ഷൻ റെക്കറൻ്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് കുറയുന്നു. ലെഫ്റ്റ് അൺട്രീറ്റഡ്, അതായത് ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ പോലും കിഡ്നിയെ കയറി ബാധിക്കാവുന്നതേ ഉള്ളൂ. ശുചിത്വം ഇല്ലായ്മയാണ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ. അപ്പോൾ ചോദിക്കും, ഡോക്ടറെ ഞാൻ സ്ഥിരമായിട്ട് ഇത്ര ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയാണ്, പേഴ്സണൽ ഹൈജീൻ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ റെക്കറൻ്റായി യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അവരോട് പറയാനുള്ളത്, യൂറിൻ കൾച്ചർ ചെയ്ത് ഒരു ബാക്ടീരിയയും ഈ പർട്ടിക്കുലർ യൂറിനറി ഇൻഫെക്ഷന് കാരണമല്ല, അല്ലെങ്കിൽ കൾച്ചർ നെഗറ്റീവ് ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും റെക്കറൻ്റായി യൂറിനറി ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷൻ അല്ല, അത് തൊട്ടടുത്തുള്ള ഓപ്പണിംഗ് ആയ വജൈനയിലുള്ള ഫംഗൽ ഇൻഫെക്ഷനോ മിക്സഡ് വജൈനൈറ്റിസോ കാരണം ഉണ്ടാകുന്ന സിംറ്റംസ് ആണ്. ഇനി റെക്കറൻ്റായി യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉറപ്പായും ലൈംഗിക ബന്ധത്തിന് ശേഷവും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും, അത് മോഷൻ പാസ് ചെയ്തതായിക്കോട്ടെ യൂറിൻ പാസ് ചെയ്തതായിക്കോട്ടെ, മുന്നിൽ നിന്നും പുറകിലേക്ക് മാത്രം സോപ്പോ വെള്ളമോ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കേണ്ടതാണ് ജനൈറ്റൽ ഏരിയ. കാരണം ലേഡീസിന്റെ 3 ഓപ്പണിങ്സും, യൂറിത്ര, വജൈനൽ ഓപ്പണിംഗ്, അതുപോലെ ഏനൽ ഓപ്പണിംഗ്, ഇത് 3 അടുത്തടുത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞാലോ, 20 കിലോ ഉള്ള ഒരാൾക്ക് മിനിമം 1 ലിറ്റർ വെള്ളം ആ ദിവസത്തെ മെറ്റബോൾസ് നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ട്. സോ 70 കിലോ ഉള്ള ഒരാൾ 3-3.25 ലിറ്റർ വെള്ളം കുടിക്കേണ്ടതുണ്ട്. പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി റെക്കറൻ്റായ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർ കൾച്ചർ റിപ്പോർട്ട് കണ്ട് അത് ഡോക്ടറെ കാണിച്ച് സ്പെസിഫിക്കും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് മാത്രം എടുത്താൽ മാത്രമേ ആ ഒരു ഇൻഫെക്ഷൻ വീണ്ടും വീണ്ടും വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ.